ചുംബനം. ദാമ്പത്യബന്ധത്തിലെ അതിൻ്റെ പ്രാധാന്യം. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ കൂടിക്കാഴ്ചകളിലും ചുംബനം ഒരു വൈകാരികതയില്ലാതെ ഒരു ദാമ്പത്യം ഉണ്ടാകരുത്. ലൈംഗിക ബന്ധത്തിന് മുൻപ് ധാരാളം മുന്നോടിയായ കാര്യങ്ങൾ ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം ചുംബനമാണ്. ചുംബനം ലൈംഗിക ബന്ധത്തിൻ്റെ താക്കോൽ. ചുംബനങ്ങളില്ലാത്തതും നിർജ്ജീവവുമായ ലൈംഗിക ബന്ധം കാരണം നിരവധി ഭാര്യന്മാർ വിരക്തി പ്രകടിപ്പിക്കുന്നതും ഗർഭധാരണം വൈകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബന്ധത്തിന്റെ മുൻപുള്ള തലോടലുകൾ പ്രത്യേകം പ്രാധാന്യമുണ്ട്. അവ്യക്തമായ ചില ലൈംഗിക ഗ്രന്ഥികൾ വഴുവഴുപ്പുള്ള ഒരു ദ്രാവകം സ്രവിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് ഭാര്യയുടെ യോനിഭാഗം നനവുള്ളതാക്കുകയും ലൈംഗിക ബന്ധം വേദനയില്ലാതെ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വിവാഹ രാത്രിയിലെ പ്രധാന ഉപദേശങ്ങൾ. വിവാഹ രാത്രിയിൽ ഭർത്താക്കന്മാർക്ക് നൽകാനുള്ള പ്രധാന ഉപദേശങ്ങൾ: ബലാത്കാരത്തോടുകൂടി ദാമ്പത്യ ജീവിതം തുടങ്ങരുത്. ആദ്യ രാത്രി ലൈംഗിക ബന്ധം ഒഴിവാക്കാൻ ഭയമുണ്ടെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അതുവരെ വധു ശാന്തനാകുകയും ഭർത്താവിനെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ചുംബനം ആയിരിക്കണം ദമ്പതികൾ തമ്മിലുള്ള ആദ്യത്തെ ദൂതൻ. അതുപോലെ ലൈംഗിക ബന്ധം അവസാനിക്കേണ്ടതും ചുംബനത്തോടെയാണ്. സംഭോഗത്തിന് ശേഷം പുരുഷൻ ഉറങ്ങാൻ ആഗ്രഹം തോന്നുമ്പോൾ സ്ത്രീക്ക് ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ അരമണിക്കൂറോ അതിലധികമോ സമയം ആവശ്യമാണ്. ദാമ്പത്യബന്ധത്തിലെ പഴഞ്ചൻ രീതികൾ ഒഴിവാക്കുക. ഒരു ലളിതമായ സ്പർശം, ഒരു വാക്ക്, ഒരു മന്ത്രിക്കല് എന്നിവയൊക്കെ ഈ ബന്ധത്തിൽ വലിയ സ്വാധീനമുണ്ട്. സ്ത്രീക്ക് ഒരല്പം വിസമ്മതം പ്രകടിപ്പിക്കാനുള്ള ഒരു സഹജ വാസനയുണ്ട്. ഭർത്താവ് അതിനെ ലൈംഗിക വിരക്തമായിട്ട് കാണരുത്. അതുപോലെ ഭാര്യയും വിസമ്മതം ഓവറാക്കരുത്. ചുംബനം എന്നത് ഭർത്താവിന് ഭാര്യയിലുള്ള സ്നേഹത്തിന്റെ താപനില അളക്കാൻ കഴിയുന്ന ഒരു തെർമോമീറ്ററാണ്. മാപ്പിനി എന്ന് പറയും. ഒരു മുന്നറിയിപ്പ്. ചുംബനങ്ങൾ ആവർത്തിക്കുകയും എന്നാൽ ലൈംഗിക ബന്ധം പൂർത്തിയാക്കാതെ ഇരിക്കുകയും ചെയ്താൽ അത് സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളിൽ കടുത്ത രക്തയോട്ടം ഉണ്ടാക്കുകയും ചിലപ്പോൾ ആർത്തവ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ അവസ്ഥയെ രക്തയോട്ടം മൂലമുള്ള ആർത്തവ വേദന എന്നാണ് പറയുന്നത്. ചുംബനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ടത്: രണ്ടു പേർ ചുംബിക്കുമ്പോൾ 29 പേശികൾ പങ്കെടുക്കുന്നു. ചുണ്ടുകൾക്ക് ചുംബനത്തിന്റെ രൂപം നൽകുന്ന പേശിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഓരോ ചുംബനത്തിലൂടെയും ഏകദേശം 12 കലോറി ഊർജം ചെലവഴിക്കുന്നു. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 150 തവണയായി വർദ്ധിക്കുന്നു. ശ്വാസത്തിന്റെ താളം 13 നിന്ന് 60 വരെയായി ഉയരുന്നു. രക്തസമ്മർദ്ദം ഉയരുകയും ഹൃദയം ഒരു 100 മീറ്റർ ഓടിയതിന് തുല്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 3 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ചുംബനത്തിൽ പൾസ് മിനിറ്റിൽ 130 സ്പന്ദനങ്ങളായി ഉയരുന്നു. ചുംബന സമയത്ത് അഡ്രിനാലിൻ, ഇൻസുലിൻ എന്നിവ പുറത്തുവിടുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും പഞ്ചസാര, കൊഴുപ്പ്, മറ്റ് ദോഷകരമായ വസ്തുക്കൾ എന്നിവയെ സാധിക്കുന്നു. ചുംബനം ദാമ്പത്യബന്ധത്തിന്റെ ചുംബനം ലൈംഗിക ഇഴകിച്ചേരാനുള്ള വഴിയും ദാമ്പത്യ ജീവിതത്തിന്റെ താപനില അളക്കുന്ന തെർമോമീറ്ററുമാണ്. ചുംബനം ചൂടുള്ളതാണെങ്കിൽ ആ ദാമ്പത്യം നിലനിൽക്കും. അത് തണുത്തതാണെങ്കിൽ ദാമ്പത്യം കുറച്ച് പ്രയാസം, മരണത്തിന്റെ വഴിയിൽ ആയിരിക്കും. ഹെലൻ റോളർ പറയുന്നു: സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചുംബനം തുടക്കത്തിന്റെ അവസാനമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അവസാനത്തിന്റെ തുടക്കമാണ്. സ്ത്രീകൾ ലൈംഗിക ബന്ധത്തേക്കാൾ കൂടുതൽ ചുംബനങ്ങളെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇത് സ്നേഹത്തിന്റെ സത്യസന്ധമായ തെളിവാണ്. സ്ത്രീയുടെ ഹൃദയത്തിലെ സ്നേഹം ചുംബനമാകുന്ന കാറ്റ് ഊതി വീർപ്പിക്കുന്ന ഒരു കെടാത്ത തീയാണ്. ഫ്രഞ്ച് പഴമൊഴി പോലെ സ്ത്രീയുടെ സംസാരം നിർത്താനുള്ള ഏക മാർഗം അത് ചുംബനമാണ്. സ്ത്രീയുടെ വൈകാരികത ദാമ്പത്യ ജീവിതത്തിൽ ചുംബനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ സ്ത്രീക്ക് ശ്വാസമെടുക്കാനുള്ള ഒക്കെ സിജൻ പോലെ അത് അവളുടെ മരിച്ച ഹൃദയത്തെ ഒന്ന് ഉഷാറാക്കിയെടുക്കുന്നു, പുനർജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. തത്വചിന്തകന്റെ മുന്നറിയിപ്പ്: ഒരു സ്ത്രീ ഒരു പുരുഷന് ഒരു ചുംബനം നൽകുന്നുണ്ടെങ്കിൽ അത് അവൾ നിങ്ങൾക്ക് സ്നേഹം നൽകി എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്.
പുരുഷനെ സംബന്ധിച്ച് ഇത് മഹത്തരമാണ്. എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇത് പുരുഷനോടുള്ള ഒരു ചിരിക്ക് തുല്യമാണ്. ചുംബനം ദമ്പതികൾക്കിടയിലെ സ്നേഹത്തിന്റെ പാലമാണ്. ചുണ്ടുകളിലൂടെ ഹൃദയങ്ങളും ആത്മാവുകളും വികാരങ്ങളും അവിടെ കൂടിച്ചേരുന്നു. ചുംബനം എത്രത്തോളം ആഴമേറിയതും ചൂടുള്ളതും ദൈർഘ്യമുള്ളതുമാണോ അത് സ്നേഹത്തിന്റെയും ലൈംഗിക ആസക്തിയുടെയും ദാമ്പത്യത്തിൽ തുടരാനുള്ള ആഗ്രഹത്തിന്റെ സൂചനയാണ്. ഒരു സ്ത്രീക്ക് ചുംബനം ഇഷ്ടമല്ലെങ്കിൽ അവളെ അയാൾ ആഗ്രഹിക്കുകയേ ഉള്ളൂ, സ്നേഹിക്കുന്നില്ല എന്നാണ്. അവൾ വിശ്വസിക്കുക കാമം അടിസ്ഥാനമാക്കിയുള്ള സ്നേഹം പെട്ടെന്ന് മരിക്കും, എന്നാൽ സ്നേഹം അടിസ്ഥാനമാക്കിയുള്ള ദാമ്പത്യം നിലനിൽക്കും. ചുംബന പരിജന സമ്പന്നമായ പുരുഷന് മാത്രം വശമുള്ള ഒരു കലയാണ്. സ്ത്രീക്ക് ചുംബനത്തിൽ വിദഗ്ധനായ പുരുഷനെ മാത്രമേ സ്നേഹിക്കൂ. പല ഭർത്താക്കന്മാരും ലൈംഗിക ബന്ധത്തിലൂടെയും പ്രവേശനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും തലോടൽ, സ്പർശനം, ഉപരിപരമായിട്ടുള്ള ആഴത്തിലുള്ള ചുംബനങ്ങൾ, ചുണ്ടുകൾ, നാക്ക്, നുണകൾ, സ്ഥലങ്ങളിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ചുംബനങ്ങൾ നൽകുക എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നതിനാൽ സത്യത്തിൽ ആ ഭാര്യമാരെ അല്ലെങ്കിൽ ആ ഭാര്യയെ സഹായിക്കുന്നതിൽ വളരെയധികം വൈഹികമായ സന്തോഷ വിദഗ്ധൻ ചുംബനങ്ങളുടെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. ദ പെർഫെക്റ്റ് മാരേജ് എന്ന പുസ്തകത്തിൽ തലോടലും ചുംബനങ്ങളും അവഗണിക്കുന്ന പുരുഷൻ ക്രൂരനും സ്വാർത്ഥനും മൃഗീയമായ ധിക്കാരമുള്ളവനുമായ ഒരു കുറ്റവാളിയാണ്. കാരണം ഇത് സ്ത്രീയെ വളരെയധികം സങ്കടത്തിലാക്കുന്ന, ഉറപ്പുള്ളാക്കുകയും വികാരങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് അവളുടെ കാഴ്ചപ്പാടിൽ പുരുഷന്റെ വിഡ്ഢിത്തത്തിന്റെയും മണ്ടത്തരത്തിന്റെയും തെളിവാണ്. ചില സ്ത്രീകൾക്ക് ചുംബനത്തിലൂടെ മാത്രം ലൈംഗിക പരാമർശത്തിലെത്താനേ കഴിയും. ചുംബനങ്ങൾ, തലോടൽ, നാക്കുകൊണ്ടുള്ള സ്പർശനം, ചുണ്ടുകൾ കൊണ്ടുള്ള സ്പർശനം എന്നിവ വഴി സ്തനങ്ങൾ, കഴുത്ത്, സ്തനങ്ങളുടെ അഗ്രം, യോനിയുടെ ചുണ്ടുകൾ, അതുപോലെ അഗ്രം എന്നിവയിലൊക്കെ ചുംബിക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. പ്രമുഖ ലൈംഗിക ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് കിൻസിയുടെ 1950കളിലെ റിപ്പോർട്ട് പ്രകാരം കാണാം, 99.4% ഭർത്താക്കന്മാരും ചുംബനം നൽകിക്കൊണ്ടാണ് ലൈംഗിക ബന്ധത്തിന്റെ ഒരുങ്ങുന്നത്. 98% പേർ ലൈംഗികാവയവങ്ങളെ കൈകൊണ്ട് തലോടുന്നു. 93% പേർ സ്ത്രീയുടെ സ്തനങ്ങളെ ചുംബിക്കുകയും വായിൽ വെക്കുകയും ചെയ്യുന്നു. 91% പേർ കൈകൊണ്ട് യോനിയിൽ തലോടുന്നു. 87% പേർ ആഴത്തിലുള്ള ചുംബനത്തിലൂടെ നാക്കുപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്നു. 54% പുരുഷന്മാർ ലൈംഗിക ചുംബനം യോനിയിൽ വായ ഉപയോഗിച്ച് ചുംബിക്കൽ നടത്തുന്നു. 49% സ്ത്രീകൾക്ക് പുരുഷന്റെ ലൈംഗികാവയവങ്ങളെ വായിലൂടെ ഉത്തേജിപ്പിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.